രാവിലെ ഒരു 7 മണിയായപ്പോൾ ചുമ്മാ വെളിയിലേക്ക് ഇറങ്ങിയാണ്. ദേ കിടക്കണ AK-47 ഒക്കെ പിടിച്ച് പോലീസ്, പട്ടാളം, CRPF, ATS അങ്ങനെ ഒരുപാട് ടീംസ് ഉണ്ട്. എന്നാലും എന്തായിരിക്കും ഇത്രയും വലിയ പരിപാടി? നമ്മളെ വാർത്തയിലാണെങ്കിലും വന്നതുമില്ല, വാട്സപ്പിലാണെങ്കിലും എത്തിയിട്ടുമില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്, ഒരു ആശ്ചര്യമാണ്. എന്താ സംഭവം എന്ന് അറിയണ്ടേ? ലോറിയിൽ ലോഡ് കൊണ്ടുവരുന്ന മാതിരിയാണ് പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കുന്നത്. എന്തായാലും പരിപാടിയുടെ ഏകദേശം കൊല്ലം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഷിയ മുസ്ലിംസിന്റെ എന്തോ ഒരു കാര്യപ്പെട്ട പരിപാടിയാണ്. കാരണം പങ്കെടുക്കാൻ വരുന്ന എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടത്. കാര്യപ്പെട്ട റോഡുകളൊക്കെ ക്ലോസ് ആണ്. ഓരോ നാട്ടിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറും പോലീസുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ UP-ൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ മൊത്തം പട്ടാളം, CRPF, അതുപോലെ തന്നെ ATS അങ്ങനത്തെ ഒരുപാട് ടീമുകളായിട്ട് ഉണ്ടാവുക. ഇത് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ആദ്യം തന്നെ ഒരു വാളും പിടിച്ച് കുറെ ആളുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞത്, ഇന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസമാണ്. അപ്പോൾ പ്രതീകാത്മകമായ ഒരു ജനാസ ഉണ്ടാക്കിക്കൊണ്ട് അത് കൊണ്ടുപോവുകയാണ്. ആദ്യം അപ്രതീക്ഷിതമായി ഒരു കാഴ്ച കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, 10 ദിവസം മുമ്പ് ഇറാനിന്റെ പരമോന്നത നേതാവ് ഖംനായി മരണപ്പെട്ടിരുന്നല്ലോ. അതിന്റെ ഒരുപാട് പരിപാടികൾ ഇപ്പോഴും UP-യുടെ പല ഭാഗത്തും ഷിയ മുസ്ലിംസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിംസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് UP. മാത്രമല്ല ലക്നോ ആണ് അവരുടെ ഏറ്റവും പ്രധാന കേന്ദ്രം കൂടി. അതിലുപരി മുന്നോട്ട് പോയപ്പോഴാണ് ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ പതാക റോഡിലിട്ട് ആളുകൾ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ മുന്നോട്ട് പോയപ്പോഴാണ് അറിയുന്നത്, അവരുടെ ജാഥ പോകുന്ന വഴി മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അതായത് അവർ പോകേണ്ട വഴികളിലെല്ലാം നേരത്തെ തന്നെ അടയാളം ഇട്ടിട്ടുണ്ട്. പോയിന്റ് ചെയ്ത ഭാഗത്തുകൂടി മാത്രമേ ആൾക്കാർ പോയുള്ളൂ. എന്തായാലും വ്യത്യസ്തമായ ഒരു അനുഭവം, വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായിരുന്നു ഇത്.